സിംഗം 3 മാർച്ച് 23 ഞായറാഴ്ച വൈകുന്നേരം 6:45. ഇതാണ് മധുരവലു സാറിന്റെ സ്റ്റുഡിയോ. ആദ്യമായിട്ട് ഞാൻ ഇത്ര വലിയൊരു സ്റ്റുഡിയോ ആണെന്നേ. മധുരവലു സാറിന്റെ അടുത്ത സിനിമയിലെല്ലാം നിനക്ക് ചാൻസ് കിട്ടിയാ നീ രക്ഷപ്പെട്ടു. ഓ പിന്നെ ആള് തമിഴിലാണ് കേട്ടോ. അമ്മാവ് എനിക്ക് തമിഴൊന്നും അറിയത്തില്ല. അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഭാഗ്യം. എനിക്ക് തമിഴ് അറിഞ്ഞൂടെ. ആൾക്ക് കുറച്ച് മലയാളമൊക്കെ അറിയാം. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വീട്ടുകാരെ കുറിച്ചെല്ലാം ചോദിക്കുകയാണെങ്കിൽ എല്ലാ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആളെന്നേ പറയാവൂ. അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ ത്യാഗരാജ മാസ്റ്റർ ഇപ്പൊ സംഗീത കച്ചേരിക്ക് പോകുന്ന ആളെന്ന് പറഞ്ഞാൽ മതി. അല്ല അത് മറ്റേ സിനിമയിൽ സ്റ്റണ്ട് ഒക്കെ ചെയ്യുന്ന ആളല്ലേ? പിന്നെ അയാളെ പേരിൽ സംഗീത കച്ചേരിയാണ് ആര്? ത്യാഗരാജ സ്വാമികളെ. കച്ചേരിക്ക് പോണെന്ന് പറഞ്ഞാ. പിന്നെ അമ്മയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സ്കൂളിലെ സംഗീത ടീച്ചർ എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ കോഴിക്കടയിൽ ഇറച്ചി തൂക്കി വിൽക്കണമെങ്കിൽ ചാച്ചി എന്ന് പറഞ്ഞ് കളയല്ലേ. പിന്നെ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഫ്യൂഷനൊക്കെ പോകുന്ന ആളെന്ന് പറഞ്ഞാൽ മതി. അയ്യേ അമ്മാവ, ഈ പ്രായത്തിൽ ട്യൂഷൻ ഒന്നും പോവെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. എന്റെ പൊന്നു മരം കുത്തി, ട്യൂഷൻ അല്ല ഫ്യൂഷൻ. ചെണ്ടയിൽ നടക്കുന്ന പിയാനോ വായിക്കൂലേ? ഇത് പിയാനല്ലോ, ഇതല്ലേ വയലിങ്. പോരെ. എന്റെ അമ്മാവ തമിഴ് അറിയാണ്ട് ഇവിടെ കിടന്ന് മെഴുകാനാണോ പാവം? എടി തമിഴ് പഠിക്കാൻ സിമ്പിൾ ആണ്. തമിഴില് എന്ത് ചോദിച്ചാലും നീ ആമ ആമാന്നങ്ങ് പറഞ്ഞാ മതി. നമ്മളെ തോട്ടി കിടക്കണ ആമയാന്നാ? തോട്ടി കിടക്കണ ആമ അവിടെ കിടക്കും. ഇതല്ല, തമിഴിലെ ആമ. തമിഴിലെ ആമ എന്ന് പറഞ്ഞാൽ അതേ അതേ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്ത് ചോദിച്ചാലും ആമ ആമ ഒന്ന് പറഞ്ഞേ. ആമ ആമ. എടി നീ തമിഴെത്തിയാടി. അമ്മാവനെന്ന് പറഞ്ഞേ. ആമ ആമ. ഇതോ പുള്ളി വരുന്നു തോന്നുന്നു. யாரு? ஆமா. உங்க பேர் என்ன? ஆமா ஆமா. உனக்கு பதியுமாடா? ஆமா 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 ஆமா. ഇതെന്റെ മരുമകളാമ്മ, ഞാൻ അവളുടെ മാമനാമ്മ. നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ആമകളാ. അല്ല ആമ ആമ ആമ. ഓ കേരള ചാൻസ് കേട്ട് വരിയാ. ജീവിതത്തിൽ ഇന്നേ വരെ പാൻസ് ഇടാത്ത ഞാൻ എന്തിനാ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് സാറിനെ പാൻസ് വാങ്ങിക്കുന്നത്? ചാൻസ്. അതെന്തോന്നു? നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നേ? ചാൻസ് കേട്ട്. അതാണ് ചോദിച്ചത്. അവസരം ചോദിച്ചു വന്നാണോന്ന് ചോദിച്ചേ. അവസരോ? എങ്കിൽ ആമ 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 ഒരു ലോഡ് ആമ. ക്ഷമിക്കണം, ഞാൻ ഊറ് പോരി. എങ്കിലും ഒരു വള്ളി വെച്ച് ടൈറ്റ് ആയിട്ട് കെട്ടി വെച്ചാൽ അത് ഊരി പോവില്ല. അയ്യോ അതല്ല, ഞാൻ നാട്ടിൽ പോകുകയാണെന്ന്. ആണോ? എനിക്ക് ഒരു 2 ദിവസം സമയം തരണം. 2 ദിവസോ? അല്ല 2 മണിക്കൂർ സമയം തരണം. ഇതാണ് എന്റെ മരുമകൾ. ഇവള് നന്നായിട്ട് പാടും. പിന്നെ എന്റെ മരുമകളായോണ്ട് പറയുമല്ല, ഇവളെ പാട്ട് കേട്ടാ തളർന്നു നടക്കുന്നവർ എണീറ്റ് വന്ന് അടിക്കും, കൈയടിക്കും. പിന്നെ ചെറുപ്പം മുതലേ ഞാൻ അവളെ പാട്ട് പഠിപ്പിച്ചതുകൊണ്ട് ഇവൾ ശ്രുതി തെറ്റാതെ പാത്രം കഴിവും മുറ്റം അടിച്ചു വരും. പാട്ട് പാടും, താളം പിടിക്കും, ഡാൻസ് കളിക്കും. മതി. പാട്ട് പാടാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാ. അത് കറക്റ്റാ, പക്ഷെ അതൊക്കെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുള്ളൂ. മോളെ പേരെന്തുവാ? കാദംബരി. അതൊരു രാഗമല്ലേ? ഇതൊരു രോഗമല്ലേ? കീർത്തനമൊക്കെ അറിയോ? കീർത്തനാൻ അറിയാവോ? ഇത് നോക്കിയാണ് ഈ തോർത്തിന് ഈ ഗതി വരുത്തിയത് ആരെന്നറിയാമോ? അവള് കീറി അലങ്കോലാക്കി വെക്കും. കൊടുത്തൊരു തുണി കൊടുത്തു നോക്ക്. അയ്യോ അതല്ല, തുണി കീറുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. മോൾക്ക് സംഗീതത്തിലെ കീർത്തനമൊക്കെ അറിയോന്ന് സാറ് ചോദിക്കണ്ടില്ലേ? പറ. ആമക്കറ ഇങ്ങോട്ട് വിളമ്പുണ്ട്, അങ്ങോട്ട് വിളമ്പുണ്ട്. സാർ, ഞാൻ നാട്ടില് ഗാനമേളക്കൊക്കെ പാടാൻ പോയിട്ടുണ്ട്. ആണോ? സംശയം ഉണ്ടെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചോദിച്ചാൽ മതി. അവിടെ വരുന്ന പ്രോഗ്രാം? അയ്യോ അല്ലല്ല, ഇവളെ ഗാനമേള കഴിയുമ്പോ നാട്ടുകാരുടെ അടുത്ത് ഇടപെടക്കാൻ കാരണം നമ്മൾ അവിടെയാണ് അഡ്മിറ്റ് ആയി കിടക്കാറ്. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, തനിക്ക് സംഗീതത്തെ പറ്റി ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല. എനിക്കോ? അതങ്ങനെ ഒറ്റയടിക്ക് മനസ്സിലായി. എന്നങ്ങനെ ബുദ്ധിക്കൊന്നും വേണ്ട. ഞാനേ ബിജു നാരായണോട് ഒരുപാട് സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. ആണോ? എത്ര സിനിമകളിൽ പാടി. എനിക്ക് വേണ്ടി പാട്ട് പാടിത്തരോ? പ്ലീസ് പാടിത്തരാം. അമ്മാവ എത്ര കട്ടയ്ക്ക് പാടുന്നേ? 2 സിമന്റ് ഒട്ടയ്ക്ക് പാടിയാ മതിയോ? ഫോട്ടോ വെച്ചിരും. സോറി. കേളി മിഥുനം രദിനം കാക്കു ചിക്കും. ആ കാക്കൂക്കോ ഞാനാണ് പാടിയത്. ഇവിടെ കിടക്കുന്ന കാക്കൂക്കയും കൂടെ എടുത്തോണ്ട് പോണം കേട്ടോ. പിന്നെ മോളെ, ഞാൻ ഇനി ചെയ്യാൻ പോണ പടം കന്നഡ പടമാണ് കേട്ടോ. അതിൽ വേണമെങ്കിൽ കുട്ടിക്ക് പാടാനുള്ള ഒരു അവസരം ഞാൻ തരാം. ആണോ? സാറിന് പുണ്യാഹം കിട്ടും.
അല്ല പുണ്യം കിട്ടും. സാറേ ആ കന്നഡ സിനിമയുടെ പേരെന്താ? കിലോ കിലോ സവാളാലോ കാക്കിലോ. അപ്പൊ നായകന് പച്ചക്കറി കച്ചവടമാണല്ലേ? നായിക ചിക്കൻ ബോക്സ് വന്ന് മരിച്ചു കിടക്കുമ്പോ നായകൻ സങ്കടത്തോടെ പാടുന്നൊരു പാട്ടുണ്ട്. അതേതാ പാട്ട്? ചിക്കലു ചിക്കൻ ബോക്സലു ചിക്ക വന്ന് ചത്തുപോകലു. ചിക്കലു ചിക്കൻ ബോക്സലു ചിക്ക വന്ന് ചത്തുപോകലു. ఎవరి నాయకే ప్రాణలు ప్రాణి ప్రాణి ప్రాణియాగలు. ఎవరి నాయకే ప్రాణలు ప్రాణ ప్రాణ ప్రాణియాగలు. చిక్కలు చిక్కన్ బోక్సలు చిక్క వന്ന് చത്തുപോകലു. చిక్కలు చిక్కൻ ബോക്സലു ചിക്ക വന്ന് ചത്തുപോകലു. അങ്ങനെ ചിക്കൻ ബോക്സലു ചിക്ക വന്ന് ചത്തുപോകലു. ആ സിനിമ എങ്ങനെയുണ്ട് എന്റെ പാട്ട്? 3 പൊറോട്ടയും ചിക്കനും കഴിച്ച ഫീല്. അല്ല കൊള്ളാം. എടോ എന്റെ പാട്ട് കേൾക്കുമ്പോ തന്നെ ആദ്യം കേറി ഫീൽ അടിക്കും, പിന്നെ ചൂലെടുത്തടിക്കും. എന്തോ ഫീലടിച്ചെങ്ങാലും മരിച്ചു പോയാലോ? എടോ താൻ എന്നെ കളിയാക്കിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ സിംഫണി കണ്ടിട്ട് സായപ്പന്മാർ വരെ എണീച്ചെന്ന് കൈയടിച്ചിട്ടുണ്ട്. ആഹാ, അപ്പൊ ഇന്റെ കൂടെ സിമന്റ് പഠിക്കാൻ പോകുന്നിറങ്ങിയ എന്റെ പൊന്നാര അമ്മാവ സിംഫണി എന്ന് പറഞ്ഞ സ്റ്റേജ് പെർഫോമൻസ് എന്നാ. ആണോ? സോറി, എനിക്ക് സ്റ്റേജ് പെർഫോമൻസ് ആണ് സിംഫണി അറിഞ്ഞൂടായിരുന്നു. അറിഞ്ഞിരുന്നെങ്കി ഇപ്പൊ അങ്ങ് മലത്തിയേനെ. അല്ല, ഏത് രാജ്യത്തായിരുന്നു? റഷ്യ. എന്തിന് എന്റെ അടുത്ത് ഇത്ര ദേഷ്യം? ഞാൻ ഏത് രാജ്യത്തെന്നല്ലേ ചോദിച്ചോളൂ. എടോ അതല്ലേ പറഞ്ഞ റഷ്യ. അടുത്ത മഞ്ഞുകാലത്ത് അവരെന്നെ വീണ്ടും പ്രോഗ്രാമിന് ക്ഷണിച്ചിട്ടുണ്ട്. ഹിമക്കരടിക്ക് തിന്നോട്ട് കൊടുക്കാനായിരുന്നു. ഇരുമുരളീരമൊക്കെ പാടുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതങ്ങനല്ലോ, ഹരിമുരളീരണം അല്ലേ? ഞാൻ പേര് പറയൂല. അതെന്ത്? ഞാനും ഹരിയായിട്ട് ഉടക്കാം. എനിക്കവന് ഇഷ്ടമില്ല, അല്ലാതെ നാക്ക് തിരിഞ്ഞൊന്നും അല്ല. ഈ കേരളത്തിൽ ഇത്രയും മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് എന്റെ അടുത്തോട്ട് വന്നത്? അവിടെ എല്ലാരെയും വീർപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ. എന്തോന്ന്? അല്ല, അവിടെയൊക്കെ പാടിട്ട് എന്തിനാ? അതുകൊണ്ടല്ലേ കള്ളവണ്ടി കയറി ഇങ്ങോട്ട് വന്നത്. കള്ളവണ്ടിയോ? അല്ല, കാളവണ്ടി കയറി. കാളവണ്ടിയോ? അല്ല, വണ്ടി കാളയാ. വണ്ടി കാളയെ ഇനി ചോദിക്കരുത്, ഞാൻ പിന്നെ ബ്ലണ്ടർ വിളിച്ചു പറയും. അല്ല പിന്നെ എന്റെ അമ്മ ഒന്നും മാറില്ലേ? ഞാനിവിടെ റെസ്റ്റ് എടുത്തോളാം, നിങ്ങൾ പാടിക്കോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാന്നറിയോ സാറേ? ഈ തമിഴിലൊക്കെ പാടിയ പെട്ടെന്ന് പാനിതിനും പ്ലേ ബാക്ക് സിംഗർ ആവാലോ എന്ന് ആഗ്രഹിച്ചു വന്നതാ സാറേ. എന്തോന്ന്? അല്ല, പ്ലേ ബാക്ക് സിംഗർ ആവണോന്ന്. എന്തോന്ന്? പ്ലേ ബാക്ക് സിംഗർ ആവണോന്ന്. അതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടിക്കൂലിയും പിടിച്ച് ഇവിടെ വന്നത്. നീ പ്ലേ ബാക്ക് സിംഗർ ആവണം, നീ പ്ലേ ഫ്രണ്ട് സിംഗർ ആയാ മതി. സാറേ, ഈ പുതിയ പാട്ടുകളെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പഴയ പാട്ടുകൾ കേൾക്കാനാ. അല്ലേ, ഈ പഴയ പാട്ടിന് അത്ര ഫീൽ ഒന്നും ഈ പുതിയ പാട്ടിന് ഇല്ലാന്നേ. ശരിക്കും ഈ പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഉദാഹരണം നമ്മുടെ പറ്റിയ പാട്ടുണ്ടല്ലോ, ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു. ആരും കൊതിക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ. ഇതിനായിട്ട് 2 പാട്ടില്ലേ? അല്ല, സാറിന് സമയാവൂന്ന് പറഞ്ഞ് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് പാടി. പറഞ്ഞിടയ്ക്ക് കയറി അമ്മ എന്തിനാ പാടുന്നേ? വായി ഓരോന്ന് കേറി വരണം. ഇനി മിണ്ടരുത്. എടി, ഇത് എന്റെ കുഴപ്പമില്ല, ഈ ലിറിക്സിന്റെ പ്രശ്നമാണ് സാർ. അല്ലെങ്കിൽ തന്നെ ഈ പഴയ പാട്ടുകളൊക്കെ കേട്ടാൽ നമ്മൾ കൂരിത്തരിച്ച് ആ ലിറിക്സ് നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അതിനൊക്കെ ഈ പുതിയ പാട്ട് കുറെ പാട്ടുണ്ടല്ലേ. ഇപ്പൊ ഒരു പുതിയ പാട്ട് ഇറങ്ങിയില്ല, ഹേ ബനാനി ഒരു പൂ തരാമോ. അതിനെന്ത് കുഴപ്പം? അതിന് കുഴപ്പമേ ഉള്ളൂ. ഹേ ബനാനി അങ്ങനെ പൂ തരും, ബനാന കായലേ തരുന്നത്. അപ്പൊ ഈ പാട്ട് ഇങ്ങനെയല്ലേ പാടാൻ, ഹേ ബനാനെ ഒരു കിലോ കാ തരാമോ. ഇപ്പൊ എന്ത് ഫീല്. പിന്നെ വേറൊരു പാട്ടുണ്ട്, ARM സിനിമയിലെ ടൊവിനോ അഭിനയിച്ച സിനിമ. ആ സിനിമയിൽ ഒരു പാട്ടുണ്ട്, അങ്ങു വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. അല്ല, ഇതിപ്പോ എന്ത് കുഴപ്പം? നമ്മൾ മൈക്രോസ്കോപ്പ് ഇട്ട് സൂം ചെയ്ത് നോക്കിയാലും കാണാത്ത ചോരപ്പാട് അങ്ങനെ എത്തിരി പോകുന്ന ഈ മുയല് കണ്ട്. എന്ത് ലിറിക്സ് ആണ്. പിന്നെ ആ സിനിമ തന്നെ ഈ പാട്ടിന്റെ ബാക്കിയുണ്ട്, ഇങ്ങ് നീല തുരുത്തില് നീൽപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ. ഇതിനെന്ത് കുഴപ്പം? നീലാം സ്ട്രോങ്ങിന് ശേഷം ചന്ദ്രൻ ഇതുവരെ ആരും പോയിട്ടില്ല, അതിനെ വിട്ടു തരൂല. പിന്നെ എങ്ങനെ ഈ ആമ പോയി? ഈ ആമ എങ്ങനെ പോയി? ആമയ്ക്ക് വണ്ടിക്കൂലി ആര് കൊടുത്ത്? നിങ്ങളാണോ എഴുതിയതെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാനല്ല എഴുതിയത്. അതെന്ത്?
എനിക്ക് എഴുത്തും വായന അറിഞ്ഞൂടാ. പിന്നെ ഈ ഇടയ്ക്ക് ഒരു പാട്ട് ഇറങ്ങി, അതിന്റെ ലിറിക്സ് എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിന്റെ ട്യൂണിങ് എത്ര പോരാ. അതെന്ത്? എടി മറ്റേ പാട്ട് പാടിക്കൂടി, പുഷ്പയുടെ ഫീലിങ്സ്. ആ പുഷ്പയുടെ സോങ്. ആ മല്ലിക ബാണന്റെ അമ്പുകളോ കൺമുന്ന തുമ്പുകളോ അമ്പിളി പൂന്നിലെ നമ്പുകളോ പുഞ്ചിരി തുമ്പികളോ. എന്ത് പാട്ടിത്? ലിറിക്സ് പിന്നെ കുഴപ്പമില്ല, പക്ഷെ ഈ ട്യൂണിങ് കൊള്ളൂല. അതുകൊണ്ട് ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു ട്യൂണിങ് ഉണ്ട്. അപ്പൊ നിങ്ങക്ക് വിരോധമില്ലെങ്കിൽ അത് ഞാൻ പാടാം. പെട്ടെന്ന് കേൾപ്പി. ശരി ശരി ശരി, പാടിത്തരാം. മല്ലിക ബാണന്റെയോ അമ്പുകളോ കൺമുന തുമ്പുകളോ, മല്ലിക ബാണന്റെയോ അമ്പുകളോ കൺമുന തുമ്പുകളോ, അമ്പിളി പുന്നില നമ്പുകളോ പുഞ്ചിരി തുമ്പികളോ, അമ്പിളി പുന്നില നമ്പുകളോ പുഞ്ചിരി തുമ്പികളോ. ബാലട്ട മോളല്ലേടി നിന്നെ ഞാൻ പാലത്തിൽ കണ്ടതല്ലേ, ബാലട്ട മോളല്ലേടി നിന്നെ ഞാൻ പാലത്തിൽ കണ്ടതല്ലേ, അമ്പിളി പുന്നില നമ്പുകളോ പുഞ്ചിരി തുമ്പികളോ. എടി നീ ഇപ്പൊ പാടിയ പാട്ട് എന്റെ അതേ ട്യൂണാണല്ലോ, അത് ആരുടെ എഴുതിയത്? അല്ല അത് മണിയേട്ടന്റെ ഹിറ്റായ നാടൻ പാട്ടാണ്. അല്ല ഇത് ഞാൻ ഇപ്പൊ കമ്പോസ് ചെയ്ത tune ആണ്. അല്ല ഇത് ഞാൻ കമ്പോസ് ചെയ്യും മുമ്പ് റെക്കോർഡ് ചെയ്ത്. നിനക്കൊരു തീരുമാനം ഉണ്ടാക്കിയാ പോരെ? നിന്റെ പേരെന്തോ? അടിയോടി തൃക്കുടുത്താലും. നിന്റെ പേരിൽ അടിയോടി ഉള്ളോണ്ട് അയ്യാ അയ്യാ അയ്യാ